ദേ ഇന്ന് അവധി ദിവസമായിട്ട് ദേ ഞാൻ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകണേ. അപ്പം ഞാൻ വാഷ് ബേസിനെ എങ്ങനെ കഴുകണേന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് വേണ്ട ഇങ്ങനത്തെ സ്ക്രബ്ബർ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഒരു സ്ക്രബ്ബർ എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ച് പാത്രമൊക്കെ കഴുകി ഉപയോഗിച്ച് മാറ്റി വെച്ച സ്ക്രബ്ബറാണ്. അതും പിന്നെ ദേ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഇല്ലേ, കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലോണം നമുക്കിത് ഇത് നനയ്ക്കണം കേട്ടോ. സ്ക്രബ്ബർ നനച്ചിട്ട് കുറച്ച് പേസ്റ്റ് എടുക്കുക, ഇതിൽ പുരട്ടുക, സ്ക്രബ്ബറിൽ പുരട്ടുക, എന്നിട്ട് ഒന്ന് ഉരച്ച് കഴുകിയാൽ മതി. ഞാൻ തന്നെ വീഡിയോ എടുക്കണോണ്ട് ഞാൻ പറഞ്ഞു തന്നത്, ഒരു കയ്യിൽ മൊബൈലും പിടിച്ചിട്ട് ഞാൻ പറയണേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഇത് മാത്രം മതി. കോൾഗേറ്റിൻ്റെ പേസ്റ്റ് തന്നെ വേണം കേട്ടോ, കാരണം കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ്. കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വെള്ള കളർ പേസ്റ്റ്, അതായത് വേറെ റെഡ്, അതുപോലെ നമ്മുടെ എന്താ പറയുക ഇതൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ ആയുർവേദ പേസ്റ്റ് ഒന്നും അത്ര ഫലപ്രദമല്ല. കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ആണെങ്കിൽ നല്ലതാണ്. പിന്നെന്താ, എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ് ഉപയോഗിച്ച് ഇതേ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. എന്നിട്ട് ഈ പൈപ്പിൻ്റെ ഇവിടെയൊക്കെ കണ്ട അഴുക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കുക. പിന്നെ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ഇതില്ലേ, വാഷ് ബേസിൻ കഴുകണ ബ്രഷില്ലേ, അത് ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ആക്കിയിടണം കേട്ടോ. അപ്പം ഇത് ചെറിയൊരു ടിപ്പാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു.